പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. 1 Peter chapter 2 verse 21. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. ക്രൈസ്റ്റ് ആൾസോ സഫേർഡ് ഫോർ അസ്, ലീവിങ് അസ് ആൻ എക്സാമ്പിൾ ദാറ്റ് യു ഷുഡ് ഫോളോ ഹിസ് സ്റ്റെപ്സ്. നാം പലപ്പോഴും വായിച്ചു വിടുന്ന ധ്യാനിക്കുന്നത് തന്നെയാണ്. ഇവിടെ പത്രോസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ മാതൃകയായിരിക്കുന്നത് ആരാണ്? ആരാണ് നമ്മുടെ ശരിയായ ബെസ്റ്റ് എക്സാമ്പിൾ? അതാണ് ഇവിടെ പത്രോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭൂമിയിലെ ഈ ജീവിതയാത്രയിൽ നമുക്ക് പിൻപറ്റുവാൻ ഏറ്റവും പറ്റിയ, അതിനപ്പുറം ഒരു മാതൃക ഇല്ല. നാം പാടിയല്ലോ, യേശുവെ പോലെ ആകുവാൻ. ആ മാതൃക എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. പലരും ഈ ഭൂമിയിൽ അനുകരിപ്പാനായിട്ട് കഴിയുന്നവരുണ്ട്. ബൈബിളിലെ പല കഥാപാത്രങ്ങളെയും നമുക്കറിയാം. അബ്രഹാമിനെയും ദാവീദിനെയും അങ്ങനെ ദാനിയേലിനെയും ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഏലിയാവും ഒക്കെ ഉണ്ട്. അവരൊക്കെയും, പൗലോസുണ്ട്, അവരൊക്കെയും അനുകരിപ്പാനുള്ള പല മാതൃകകളും അവരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനുകരിക്കുവാൻ പാടില്ലാത്ത മാതൃകകളും അവരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ തന്നെ അനുകരിക്കുവാൻ കഴിയുന്നതും അനുകരിക്കുവാൻ പാടില്ലാത്തതുമായ മാതൃകകൾ ഉണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ അവൻ ഈ ഭൂമിയിൽ 3.5 വർഷത്തോളം ജീവിച്ച് എല്ലാവർക്കും എല്ലാത്തിനും മാതൃകയായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താൻ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളുടെ രക്ഷയ്ക്ക് തൻ്റെ ജീവനെ വെച്ച് കൊടുക്കുവാൻ വേണ്ടിയാണെങ്കിലും, അവൻ നമുക്ക് പകരക്കാരനായി തീരുവാൻ വേണ്ടിയാണെങ്കിലും, അവൻ ഈ ഭൂമിയിൽ ജീവിച്ച കാലയളവ് എന്ന് പറയുന്നത് അവൻ്റെ ഓരോ ചുവടുകളും, ഓരോ കാൽച്ചുവടുകളും, ഓരോ ഫുട് സ്റ്റെപ്പും നമുക്ക് അനുഗമിക്കുവാൻ, നമുക്ക് പിന്തുടരുവാൻ പറ്റിയ മാതൃകയാണ്. ഒന്നും അവനിൽ അരുതാത്തതൊന്നും അവൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പോലെ കാണിച്ചു തന്നിട്ടില്ല. അവൻ ചെയ്തതും കാണിച്ചു തന്നതും എല്ലാം നമുക്ക് അനുകരിക്കുവാൻ പറ്റിയ ഭാഗങ്ങൾ തന്നെയാണ്. ഇതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങൾ നമുക്കുണ്ട്. എല്ലാം എടുത്ത് വായിച്ചു പോകുവാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. ഫിലിപ്പിയർ 2:5 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള, അറിയാവുന്ന വാക്യങ്ങൾ ചേർന്ന് പറയുന്നത് നല്ലതാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ ഭാവം, അവനിലുള്ള താഴ്മ, സൗമ്യത, അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ താനൊരു മാതൃക കാണിച്ചിട്ടുണ്ടല്ലേ. അവൻ എഴുന്നേറ്റ് ശിഷ്യന്മാരുമൊത്ത് മാളികമുറിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി. ആരാ വലിയവൻ എന്നുള്ളൊരു തർക്കമുണ്ടായി. അത് മറ്റു സുവിശേഷങ്ങളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ താൻ എണീറ്റ് ശിഷ്യന്മാരുടെ കാൽ കഴുകുകയും അരയിൽ ചുറ്റിയിരുന്ന തോർത്തുകൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് താൻ അതിൻ്റെ 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നമുക്ക് പിന്തുടരുവാൻ തക്കവണ്ണമുള്ള പല ദൃഷ്ടാന്തങ്ങളും കർത്താവ് വച്ചേച്ചിട്ടാണ് പോയിരിക്കുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. എന്തെല്ലാം വാക്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം, അനുകാരികളാകണം എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം, ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞ് എൻ്റെ വിഷയം ശരിക്കും ഇതല്ല, വിഷയത്തിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
8-ാം റോമർക്കെഴുതിയ ലേഖനം 8:29 അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം മാത്രമാണോ? അല്ല, അവൻ്റെ കാഴ്ചപ്പാടുകൾ പിന്തുടരുക. ക്രിസ്തു അനുരൂപികളാകണം, ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുന്നവരാകണം. അല്ലേ? ക്രിസ്തു എന്ന തലയോളം വളരുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 2 കൊരിന്ത്യർ 3:18 വായിക്കുന്നുണ്ട്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം എന്നാണ്. നോക്കിയേ, അപ്പോസ്തലനായ പൗലോസും ഒക്കെ ഇത് പ്രബോധിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ തേജസ് നമ്മിലൂടെ ലോകം അറിയണം. അതിന് നാം കർത്താവിനെ അനുകരിക്കുന്നവരായിരിക്കണം. ഗലാത്യർ 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ബി ഫോംഡ് യു, നിങ്ങളിൽ അത് ഫോമായിട്ട് വരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. എഫേസ്യർ 4:15 നമ്മുടെ എല്ലാത്തിൻ്റെയും മാതൃക കർത്താവായിരിക്കട്ടെ. ഈ ഭൂമിയിൽ പലരെയും മാതൃകയാക്കുവാനായിട്ട് നാം ശ്രമിച്ചാൽ പരാജയത്തിലെ കലാശിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2:22 പത്രോസ് ജനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കർത്താവിനെ എപ്രകാരമാണ്? ദൈവം കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശു. അപ്പോൾ ഇത് മാനുഷികമല്ല, ദൈവമാണ്, സ്വർഗീയമാണ്. മാത്രമല്ല അവിടെ പറയുകയാണ്, പത്രോസ് പറയാണ്, ജീസസ് ഓഫ് നസറത്ത്, എ മാൻ അക്രഡിറ്റഡ് ഓഫ് ഗോഡ്. നല്ല പദമാണ്, അക്രഡിറ്റഡ്. നമ്മുടെ ടിബിക്കൊക്കെ അറിയാം, കോളേജിൽ വർക്ക് ചെയ്തിരുന്നപ്പം അക്രഡിറ്റേഷൻ കോളേജുകൾക്കൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി എന്തൊക്കെ പാടുകളാണ്, ഇല്ലേ? എന്തെല്ലാം പാടുകളാണ്. അപ്പോൾ ഇവിടെ പത്രോസ് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, എ മാൻ അക്രഡിറ്റഡ് ഓഫ് ഗോഡ്. KJV-യിൽ എ മാൻ അപ്രൂവ്ഡ് ഓഫ് ഗോഡ് എമംഗ് യു. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട, ദൈവത്തിൻ്റെ അക്രഡിറ്റേഷൻ ലഭിച്ച, അപ്രൂവൽ പ്രാപിച്ച ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അത്തരത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്. അതുകൊണ്ട് കർത്താവ് തന്നെ അനുകരിക്കുക എന്ന് പറയുന്നത്, അതുപോലെ അനുഗമിപ്പാൻ പറ്റിയ ഒരു വ്യക്തിത്വം നിങ്ങൾ വേറെ എങ്ങും നോക്കണ്ട. വേറെ ആരെയും അനുകരിപ്പാനായിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട. യേശു ക്രിസ്തുവിനെ അനുകരിപ്പാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. മത്തായി 4:19 കർത്താവിനെ അനുഗമിപ്പാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പത്രോസിനെയും കൂട്ടരെയും വിളിക്കുമ്പോൾ എൻ്റെ പിന്നാലെ വരുവിൻ. അടുത്ത് പറയുന്നത് എന്താണ്? ജെറമ്യാ, എൻ്റെ പിന്നാലെ വരുവിൻ. എന്തിനു വേണ്ടി വരുവാനാണ്? ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ തരാമെന്നാണോ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. അല്ലേ? പിടിക്കുന്നവർ എന്നുള്ളതിനെ കുറച്ചുകൂടി ഇംഗ്ലീഷിൽ ആ പദം മേക്ക്, ആക്കി തീർക്കും. നിങ്ങളെ അങ്ങനെ ഒരു പ്രത്യേക പദവിയിലേക്ക്, പ്രത്യേക പൊസിഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നാണ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത് സാധിക്കണമെങ്കിൽ യേശുവിനെ അനുഗമിക്കണം, യേശുവിൻ്റെ അനുകാരികളാകണം. അൺവച്ചിട്ടുള്ള പോയിട്ടുള്ള മാതൃക നമ്മൾ പിന്തുടരണം. യേശുവിൻ്റെ പകരക്കാരായി നാം ഈ ഭൂമിയിൽ ജീവിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? യേശുവിൻ്റെ പകരക്കാരായി. യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്നാൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ പകരക്കാരായി ജീവിക്കണം. യേശുക്രിസ്തുവിനെ അനുകരിക്കേണ്ട എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 2026 യേശുക്രിസ്തു ചെയ്ത ഓരോ കാര്യങ്ങളും ഒന്ന് പഠിച്ച്, യേശുക്രിസ്തുവിലുള്ള ഭാവങ്ങളൊന്ന് നോക്കി, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ വേണ്ട മാസത്തിലൊന്ന് അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതിനെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനൊന്ന് ശ്രമം നടത്തിയാൽ എത്ര നന്നായിരുന്നു. ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ അതിൽ ഒരു കാര്യം ഇന്ന് അല്പമായിട്ട് ധ്യാനിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എത്രത്തോളം അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നതനുസരിച്ച് ദൈവം ലീഡ് ചെയ്യട്ടെ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വച്ചേച്ചു പോയ അനുകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാതൃക,
പലരും അത് അത്രത്തോളം ചിന്തിച്ച് പോകാറില്ല. ഈ യേശുക്രിസ്തുവിൽ ഞാൻ പഠിച്ച് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ച പഠന വിഷയമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു, അല്ലേ മോനെ പോൾ? ധാരാളം. അതിൽ വളരെ കുറച്ച് മാത്രം, 100-1 മാത്രമൊക്കെ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ളൂ. യോഹന്നാൻ അപ്പോസ്തലൻ അത് എഴുതുമ്പോൾ പറയുന്നുണ്ട്, അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തിയാൽ ഈ പുസ്തകങ്ങളൊന്നും പോരാ. പലയിടത്തും പറയുന്നുണ്ട്, അവൻ തൻ്റെ പിന്നാലെ വന്നവരെയൊക്കെയും സൗഖ്യമാക്കി. മറ്റൊരു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മത്തായിലും പറയുന്നുണ്ട്, ഭൂതഗ്രസ്തകരെയൊക്കെയും അവൻ്റെ പിന്നാലെ വന്ന എല്ലാവരെയും സൗഖ്യമാക്കി. അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, അതിൽ ഒരു അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ ചിന്തിക്കാൻ വളരെ വളരെ നല്ല ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരുന്നു. ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു? അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. കർത്താവ് എന്തിനു വേണ്ടി അത്ഭുതങ്ങൾ അടയാളം ചെയ്തു? എന്താ ഹർമൻസോര? കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയില്ലേ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? നമ്മൾ അറിയാം, അവിടുത്തെ കുറവ് പരിഹരിച്ചതാ. അല്ല, കുറെ പേർക്ക് വീഞ്ഞു കുടിപ്പിച്ച് സുഖിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശ്യം. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ വീഞ്ഞ് വിരുന്നുവാഴിക്ക് കൊടുത്താറേ അത് എവിടെ നിന്ന് എന്ന് അവൻ അറിഞ്ഞില്ല. ആരറിഞ്ഞു? ആര് മാത്രമേ അറിഞ്ഞുള്ളൂ? ശുശ്രൂഷക്കാരല്ലാതെ ആരും അറിഞ്ഞില്ല. ആ വിരുന്നുവാഴി, പ്രധാനപ്പെട്ട ഗസ്റ്റ്, ചീഫ് ഗസ്റ്റ് അവിടെ മണവാളിനെ വിളിക്കുകയാണ്. എന്താ ഇതുവരെ നീ ഇത് കീപ്പ് ചെയ്തത്? എന്തുകൊണ്ട് ഇതുവരെ സൂക്ഷിച്ചു? മണവാളൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോ? പറഞ്ഞിട്ട് വായിക്കുന്നുണ്ടോ? നോ, ആ മണവാളനും അറിയില്ലെന്നേ. ഇതെവിടെന്നാ? ഞാൻ കേട്ടത് ഇവിടെ വീഞ്ഞ് തീർന്നുപോയി എന്നാണ്. എന്നാൽ ഇതാ ഇപ്പോൾ നല്ല വീഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. ഇതെവിടെ നിന്ന്? മണവാളനും അറിഞ്ഞില്ല, വിരുന്നുവാഴിയും അറിഞ്ഞില്ല. ഒരുപക്ഷെ വീട്ടുകാരറിഞ്ഞു എന്ന് സംശയം. പിന്നീടൊക്കെ അറിഞ്ഞു കാണും. ശുശ്രൂഷക്കാരല്ലാതെ ആരും അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത പ്രവർത്തികൾ എന്നാൽ എന്തിനു വേണ്ടി? അതാണ് ഞാൻ പറയുന്നത്, എന്തിനു വേണ്ടി അവിടെ ചെയ്തു. അതിൻ്റെ 2:11 വായിക്കുന്നുണ്ട്, അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ ഇത് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, ശിഷ്യന്മാർ തന്നിൽ വിശ്വസിപ്പാനിടയായി. തൻ്റെ മഹത്വം ജനം അറിയണം. പോരാ, ജനം വിശ്വസിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. ആരാണ്? ദൈവത്തെ, കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന നാം ഓരോരുത്തരും ആദ്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. നാം ശരിയായി വിശ്വസിക്കാതെ മറ്റുള്ളവരോട് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർത്താവ് ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിട്ട് ആരും അറിഞ്ഞില്ല, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പല അത്ഭുതങ്ങളും ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇതാരും അറിയരുത്, പ്രസിദ്ധപ്പെടുത്തരുത്. മർക്കോസ് സുവിശേഷം 8:26 ബെത്സയിലെ എടുക്കണ്ട, കേട്ടിരുന്നാൽ മാത്രം, കുറിച്ചെടുക്കുന്നവർ കുറിച്ചെടുത്തോളൂ. മർക്കോസ് സുവിശേഷം 8:26 ബെത്സയിലെ കുരുടനെ സൗഖ്യമാക്കിയതിന് ശേഷം അവിടെ പറയുന്നുണ്ട്, 26-ാമത്തെ വാക്യത്തിൽ ബെത്സയിലെ കുരുടനെ എങ്ങനെ സൗഖ്യമാക്കി എന്നൊക്കെ പറയണമെന്നുണ്ട്. അത് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. സൗഖ്യമാക്കിയതിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ഊരിൽ കടക്ക പോലും അരുത്. ഇംഗ്ലീഷിലാണ് അത് ക്ലിയർ ആയിട്ടുള്ളത്. neither go into the town nor tell it any in the town. ഒരു വലിയ കാര്യം ചെയ്തതിന് ശേഷം കർത്താവ് പറയുകയാണ്, എന്താ? നീ ഊരിൽ പട്ടണത്തിൽ കിടക്കണ്ട. മാത്രമല്ല നീ ആരോടും പറയണ്ട. എന്താ ഇതിൻ്റെ പിന്നിലെ? മത്തായി സുവിശേഷം 8:4 ലൂക്കോസ് പറയുന്നത്, ലൂക്കോസ് 5:12 പറഞ്ഞു, കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ, വെറും കുഷ്ഠരോഗിയല്ല, അടിതൊട്ട് മുടി വരെ യാതൊരു സുഖവുമില്ല എന്ന് പറയത്തക്കവണ്ണം കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശു ഇരിക്കുന്നത് കണ്ട് അവൻ്റെ കാൽക്കൽ വീണിട്ട്, എന്നെ മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ശുദ്ധമാക്കിയിട്ട് ആ മനുഷ്യനോട് പറയുന്നുണ്ട്. മർക്കോസ് 1:43 അതുപോലെ മത്തായി 8:4 പറയുന്നുണ്ട്, നോക്കൂ, behold, look,
ആരോടും പറയരുത്, ആരോടും പറയരുത്. 1:43, മർക്കോസ് 1:43 കുറച്ചുകൂടെ പറയുന്നുണ്ട്. യേശു അവനെ അമർച്ചയായി ശാസിച്ചു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു. ഇനി മറ്റൊരു ഉദാഹരണം, മത്തായി സുവിശേഷം 9:30 2 കുരുടന്മാർക്ക് സൗഖ്യം കൊടുത്തു. 2 കുരുടന്മാർക്ക് അവരോട് പറയുകയാണ്, യേശു അവരോട് അമർച്ചയായി കൽപ്പിച്ചു, നോക്കുവിൻ ആരും അറിയരുത്. നോക്കുവിൻ ആരും അറിയരുത്. ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നോക്കൂ, ആരും അറിയരുത്. ലൂക്കോസ് 8:56 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ട്. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച സംഭവമാണ്. വലിയ ഒരു ഉയർപ്പ് അവിടെ നടത്തിയിരിക്കുക. എന്നിട്ട് അവൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ വിളിച്ച് പറയുകയാണ്, സംഭവിച്ചത് ആരോടും പറയരുത്. അവരോട് കൽപ്പിച്ചു എന്നാണ്. മർക്കോസ് 5:43 ഈ സംഭവം വായിക്കുമ്പോൾ ഇത് ആരും അറിയരുതെന്ന് അവരോട് ഏറിയോന്ന് കൽപ്പിച്ചു. ഹീ ചാർജ്ഡ് them straightly that no man should know it. ചാർജ്ഡ് വളരെ നല്ലൊരു പദമാണ്. അപ്പോൾ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചിട്ടും പറഞ്ഞു, ഇത് ആരോടും നിങ്ങൾ പറയരുത്. മർക്കോസ് 3:12 അവിടെ വായിക്കുന്നത് ഒരു പ്രത്യേക രോഗിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേക സൗഖ്യമാക്കി. വിവിധ രോഗികളാണ്. അവരെയൊക്കെ സൗഖ്യമാക്കിയിട്ട് അവരോടെല്ലാം പറഞ്ഞു, തന്നെ പ്രസിദ്ധമാകാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. ഓക്കെ, തന്നെ പ്രസിദ്ധനാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. മർക്കോസ് 7:36 വിക്കനായ ഒരു ചെകിടനെ സൗഖ്യമാക്കിയ കാര്യം അവിടെ വായിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ പഠിച്ചു വരുന്ന ദിവസങ്ങളാണ്. സൗഖ്യമാക്കിയതിന് ശേഷം പറയുകയാണ്, ഇത് കണ്ടവരോടും കൂടെ പറഞ്ഞു. ഇത് കണ്ടവരോടും കൂടെ പറഞ്ഞു. അവിടെ കുറേ പേരുണ്ടായിരുന്നു. അവരോടും പറഞ്ഞു, അവരോട് പറഞ്ഞു, ആരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചു. ആരോടും പറയരുത്. മത്തായി 12:16 അവൻ്റെ പിന്നാലെ ചെന്നവരെയൊക്കെയും സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരോടും പറയുന്നുണ്ട്, തന്നെ പ്രസിദ്ധമാക്കരുത്, തന്നെ പ്രസിദ്ധമാക്കരുത്. 7 സംഭവങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്, കാനാവിലെ കല്യാണത്തെ കൂടാതെ. അവിടെ അങ്ങനെ അമർച്ച ചെയ്തതായിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാത്തത്. എന്നാലും അതും ആരും വിളിച്ച് എല്ലാവരും ഞാൻ വരും, വെള്ളമൊക്കെ കോരി നിറച്ചിട്ടുണ്ട്, ഞാനിത് അവിടെ ഒരു വലിയ കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്, കല്യാണ വീട്ടിൽ കൂടി വന്ന് എല്ലാവരെയും കൂട്ടി വരുത്തി അങ്ങനെയാണോ ചെയ്തത്? ആരും ചെയ്തു. നമ്മുടെ സൈമത്ത് സോരൻ അറ്റുവ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. അത് വീഞ്ഞായി തീർന്ന നിമിഷം ഏതാണെന്ന് നമുക്കങ്ങും അറിയില്ല. ഒരു വക്കോളം നിറച്ച് പിന്നെ അതിനോട് ഒട്ടും തന്നെ കൂട്ടാനിട്ടില്ല. യേശു ക്രിസ്തുവിന് അതിലൊന്നും ചേർക്കാനും ഇല്ല. എന്നിട്ടാ എന്താ പറഞ്ഞ് വാരിക്കൊണ്ട് കൂടി ഇപ്പോൾ ആ ഇപ്പോൾ എന്ന് പറയുന്ന നിമിഷം തന്നെ ആ വെള്ളം വീഞ്ഞായി. സൈസോരം പറഞ്ഞാൽ നോക്കിയപ്പോൾ തന്നെ എന്നാണ്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം. അവൻ അവിടെ ഇത് വിളിച്ച് ആരോടും പറഞ്ഞില്ല, വിളിച്ചു കൂട്ടിയില്ല. യേശു കർത്താവ് പ്രസിദ്ധനാകാനായിട്ട് ഇതിലൂടെയൊന്നും ആഗ്രഹിച്ചില്ല. അതാണ് ഞാൻ കടന്ന് യേശു ക്രിസ്തുവിനെ പിൻപറ്റേണ്ട, മാതൃകയാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടും ഇതിലൂടെ ഒന്നും താൻ എന്തിനാഗ്രഹിച്ചില്ല? പ്രസിദ്ധനാക്കാൻ, തന്നെ പ്രസിദ്ധനാക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. പിതാവിൻ്റെ ഹിതമാണ് തൻ്റേതെന്ന് അറിഞ്ഞ് നിവർത്തിക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തു ചെയ്ത ഒരു പരിപാടികളും ഒരു അത്ഭുത പ്രവൃത്തികളും പ്രത്യേക കലാപരിപാടികളായിട്ടും നടത്തിയിട്ടില്ല. ഇന്നൊക്കെ രോഗശാന്തി ശുശ്രൂഷ, ഞാൻ അതിനെയൊന്നും വിമർശിക്കുകയൊന്നുമല്ല, അതിനൊന്നും ഞാൻ ആളല്ല. എന്നാലും പറയുക, ഇന്ന് നടത്തുന്ന കോലാഹലങ്ങൾ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഇത്രയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നിർവഹിച്ചിട്ട് പ്രസിദ്ധമാക്കരുത്. അതൊരു വലിയ കലാപരിപാടിയായിട്ട് നിർവഹിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചില്ല. അത് തൻ്റെ നിയോഗമല്ലായിരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് കേവലം അത്ഭുതങ്ങളൊക്കെ കാണിച്ച് കുറേ പേരെ ത്രസിപ്പിച്ച് തൻ്റെ കൂടെ നിർത്തുവാൻ വേണ്ടിയാണോ? അല്ല, തൻ്റെ നിയോഗം വേറെയാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അതിനു വേണ്ടിയാണ് നമുക്ക് പകരക്കാരനായി മരിക്കുവാൻ, താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് താൻ ഈ ഭൂമിയിലേക്ക് കടന്നു. അല്ലാതെ അത്ഭുതങ്ങളിലൂടെ ആരെയും
തൻ്റെ അടുക്കലേക്ക് ആകർഷിക്കാനല്ല, പ്രസിദ്ധനാകാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും അത് നമ്മെ വ്യതിചലിപ്പിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോകും. യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കും, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ താൻ ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തിയുണ്ട്. അതാണെന്നറിയാമോ? മോളെ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ജനമൊക്കെ തിന്ന് തൃപ്തരായി. അവർക്ക് വേണ്ടതിലും അധികമായിട്ട് അവിടെ ചെയ്തു. 12 കൊട്ട അപ്പവും 2 കൊട്ട മീനും ഒക്കെ മിച്ചം വന്നു. അത് ശിഷ്യന്മാരുടെ അടുത്തില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ കളഞ്ഞൊന്നുമില്ല. അത് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണൂല്ലേ ബാബുസുവരെ? ആരെങ്കിലുമൊക്കെ അത് കൊണ്ടുപോയി, ആവശ്യക്കാരൊക്കെ കൊണ്ടുപോയി, തീർന്ന് സമൃദ്ധിയായിട്ട് അവർ കുറേ പേര് വീട്ടിലൊക്കെ കൊണ്ടുപോയി കാണും. ഇത് ജനത്തിനെ വളരെയധികം ആകർഷിച്ചപ്പോൾ അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കണ്ടിട്ട് അവിടെ എങ്ങനെയാണ് ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തത്? അവർ രാജാവാക്കുവാനായിട്ട് വന്നു. തന്നെ പിടിച്ച് രാജാവാക്കുവാനായിട്ട് വന്നു. എന്തൊരു നല്ലൊരു അവസരം ഇല്ലേ? ഇന്ന് ഓരോരുത്തർ ഭരണം പിടിച്ചെടുക്കുവാനും ഭരണത്തിൽ വരുവാനും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ രാജാവാക്കുവാനായിട്ട് കർത്താവിനെ പിടിച്ച് രാജാവാക്കുവാൻ വന്നു. കർത്താവ് അവിടെ എന്താ ചെയ്തത്? യോഹന്നാൻ 6:14 വായിക്കുന്നുണ്ട്. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. മത്തായി സുവിശേഷം 14:23 ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായിരുന്നു. ഒരു ഭയങ്കരമായ അവസരത്തെ പാഴാക്കിയിട്ട് താൻ ചെയ്തതെന്താ? ഏകനായി മലയിൽ കയറിപ്പോയി. അവിടെ മത്തായി പറയുന്നത് എന്താണ്? പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. തന്നെ രാജാവാക്കുന്നതിനുള്ള ആ ജനത്തിൻ്റെ ശ്രമത്തെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു തന്നെ പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു പോവുകയാണ്. ഇത് നമുക്കൊരു മാതൃകയാണ്. പ്രസിദ്ധനാകുവാനുള്ള അന്തർദാഹം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരും. അതിനെ തല്ലിക്കെടുത്തുവാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഏകനായി കടന്ന് ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സാത്താൻ വളരെ പ്രലോഭനങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഇത്തരത്തിലുള്ള അന്തർദാഹങ്ങളെ ശമിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ ദൈവം കാണിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത് അവൻ ഏകനായി ആ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കുകയാ. പ്രസിദ്ധനാകാൻ അങ്ങനെ വേണ്ട. എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാം നമ്മിലേക്കല്ല ജനത്തെ ആകർഷിക്കേണ്ടത്. പിന്നെ ആരിലേക്കാ? കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ് നാം ജനത്തെ ആകർഷിക്കേണ്ടത്. നമ്മിലേക്ക് ആകർഷിച്ചതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. നമ്മിലേക്കല്ല നാം ജനത്തെ ആകർഷിക്കേണ്ടത്, യേശു ക്രിസ്തുവിലേക്കാണ്. അതിനുള്ള എന്തെങ്കിലും നമ്മളിലേക്ക് ജനത്തെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉപായങ്ങളോ ഉപാധികളോ ഒക്കെ ഉപയോഗിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മറ്റൊരു കാര്യം ഞാൻ ഈ സമയത്ത് പറയട്ടെ. യേശു ക്രിസ്തു തൻ്റെ ശാരീരികമായ ഭൗതികമായ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ തൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് ആരെങ്കിലും ആകർഷിച്ചിട്ടുണ്ടോ? അവന് വേണമെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് ഈ ഇവരുണ്ടല്ലോ, പരീശന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇടുന്ന അപ്പുറമായ വസ്ത്രമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു. പക്ഷേ അതൊന്നും താൻ ചെയ്തില്ല. തൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് പോലും ജനത്തെ ആകർഷിക്കുവാനൊന്നും താൻ ചെയ്തില്ല. സാധാരണക്കാരനായിട്ട്. ഇതിന് യെശയ്യാപ്രവചനത്തിൽ ഇതിനെക്കുറിച്ചൊരു പ്രവചനമുണ്ട് കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിത ശൈലിയെക്കുറിച്ചൊരു പ്രവചനമുണ്ട്. 53-ാമത്തെ അധ്യായൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കവിടെ കാണാനായിട്ട് കഴിയും യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിത ആകർഷകത്വത്തെക്കുറിച്ച്. എന്താണ്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് 53-ാം സങ്കീർത്തനം.
യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അടുത്ത് ശ്രദ്ധിച്ചോളണം. അവൻ യേശുക്രിസ്തു ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു. ഇത് തൻ്റെ മരണത്തെക്കുറിച്ചല്ല. ആണോ? മരണത്തിലുണ്ട്, ചില കാര്യങ്ങളുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് തൻ്റെ ജീവിതം, ജനനം, പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ട, ശീലകൾ ചുറ്റി പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒരു തച്ചൻ്റെ മകനായി, തച്ചനായി ഈ ഭൂമിയിലേക്ക് വളർന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ തൻ്റെ ഭൗതികമായ, തൻ്റെ ശാരീരിക ശ്രേഷ്ഠത കൊണ്ട് ഒന്നും താൻ ജനത്തെ ആകർഷിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ ജീവിതം, തനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വീടുണ്ടായിരുന്നു. ഒരു വീട് പോലും. ഒരിക്കൽ ഒരു ശാസ്ത്രി വന്നിട്ട് ചോദിച്ചു, അങ്ങ് എവിടെ പോയാലും, ഗുരോ അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് എന്താ പറഞ്ഞത്? ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, ഭൂമിയിലെ കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഈ ഭൂമിയിൽ ഒരിടമില്ല. നീ എന്നെ അനുഗമിക്കുന്നോ? ആർ യു വില്ലിംഗ് ടു ഫോളോ മീ? ഇതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ഭൂമിയിലെ ഭൗതികമായ ഒരു സാഹചര്യങ്ങളും കണ്ടുകൊണ്ട് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കേണ്ട കാര്യമില്ല. കർത്താവ് പ്രത്യേകമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. പ്രസിദ്ധനാകാനുള്ള പല ഉപായങ്ങളും ഉപാധികളും പിശാച് മനുഷ്യരുടെയും അല്ലാതെയും ഒക്കെ അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് പ്രേരിപ്പിക്കും. അതിന് വശംവദനായി തീരുവാനായിട്ട് നമ്മൾ പാടില്ല. ഇത് പറയുമ്പോൾ എന്നെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ വിസ്മരിക്കുന്നില്ല, അതിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് ഇത്തരത്തിലുള്ള പ്രേരണ ഉണ്ടായോ? പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ ഈ യെരുശലേമിൽ കൂടാര പെരുന്നാൾ നടക്കുക. അപ്പോൾ ഈ തൻ്റെ സഹോദരന്മാർ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാർ ഉപദേശിക്കുക. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 3-4 വാക്യങ്ങളിലാണ് ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട്, എന്ന് പറഞ്ഞാൽ ഗലീല വിട്ട് യഹൂദിയയിലേക്ക് പോകാം. അവിടെ പെരുന്നാളിനോടൊക്കെ എല്ലാവരും ഉണ്ട്. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരന്മാരെ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. നീ ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ ഈ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നിനക്കും ഒരു പ്രയോജനമില്ല, നമുക്കും ഒരു പ്രയോജനമില്ല. നീ എന്ത് ചെയ്യണം? നിനക്ക് പ്രസിദ്ധനാകണമെങ്കിൽ ഇതാ ഉത്സവം നടക്കുക. എവിടെ? യെരുശലേമിൽ. നീ അങ്ങോട്ട് പോ. അവിടെ ചെന്നിട്ട് ഇതെല്ലാം ജനങ്ങൾ കാണുക ചെയ്ത്, എല്ലാം ചെയ്ത് എല്ലാവരെയും നിന്നിലേക്ക് ആകർഷിക്കാൻ. അങ്ങനെ രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യം ഇല്ല. കർത്താവ് യേശു ക്രിസ്തു ആ പെരുന്നാളിന് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ ചെയ്തേ? അവൻ വളരെ താമസിച്ചാണ് പോയതെന്ന് മാത്രമല്ല, ആരും അറിയാതെ രഹസ്യത്തിൽ ആ പെരുന്നാളിന് പോയി. ഈ ഉപദേശത്തിന് വിരുദ്ധമായി. അവന് പ്രസിദ്ധി ആഗ്രഹമില്ല, ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്സവത്തിൽ വളരെ രഹസ്യമായിട്ട് വളരെ താമസിച്ചു പോയി എന്ന് മാത്രമല്ല, ആ പോക്കിൽ അവിടെ വെച്ച് ഒരത്ഭുതങ്ങളും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനം അന്ന് സാധാരണ ഈ പരീശന്മാർ പ്രവർത്തിച്ചിരുന്നതെല്ലാം, ഇത് ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊക്കെ ഉണ്ട്, പല കാരണങ്ങളുണ്ട്. പരീശന്മാർ പ്രവർത്തിച്ചിരുന്നതൊക്കെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് തങ്ങളുടെ പ്രവർത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്രയേ ചെയ്യുന്നത്. മത്തായി സുവിശേഷം 23:5 ശാസ്ത്രിമാരെയും പരീശന്മാരെയും കുറിച്ച് പറയുകയാണ്. തങ്ങളുടെ പ്രവർത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്രയേ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ വായിക്കുന്ന നല്ല രസകരമാണ് കേട്ടോ. തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയാക്കി. എന്താ ഈ മന്ത്രപ്പട്ട? തോറ എന്നാണ് അതിന് മൂലഭാഷ. മന്ത്രപ്പട്ട അതായത് ഫൈലക്ടറീസ്, മന്ത്രപ്പട്ട ഇംഗ്ലീഷിലെ പദം അതാണ്. മന്ത്രപ്പട്ട വീതിയാക്കി തൊങ്ങലുകൾ വലുതാക്കുന്നു എന്ന് പറഞ്ഞാൽ, all their works they do for to be seen of men. They make broad their phylacteries
and enlarge their border of their garments. എല്ലാവരെയും എങ്ങനെയെങ്കിലുമൊക്കെ തങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നത് പോലും മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലും തെരുക്കളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മിനിസ്ട്രികൾ പലപ്പോഴും ഇത്തരത്തിലാകുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനായിട്ടാണോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്? അങ്ങനെ ചെയ്തു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശുശ്രൂഷകൾ ആത്മീകവും ഭൗതികമായ നന്മകൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രസിദ്ധിക്കോ പുകഴ്ചയ്ക്കോ ആകരുതെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ ഉപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വളരെ ചിന്തനീയമായ ഒരു കാര്യം പറയുന്നുണ്ട്. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. ശ്രദ്ധിക്കണേ, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിൽ ഇല്ല. He that speaketh of himself speaketh his own glory, but he that seeketh his glory that sent him, the same is true, and no unrighteousness is in him. അവനിൽ അനീതിയില്ല. സ്വയമായി പ്രസ്താവിക്കാതെ നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് അത് പ്രസ്താവിച്ചുകൊണ്ട് ജീവിക്കുന്നവനിൽ നീതികേട് കാണില്ല. സ്വയമായിട്ട് നമ്മുടെ മഹിമയ്ക്കായിട്ട് നമ്മുടെ പ്രസിദ്ധിക്കായിട്ട് ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ നീതികെട്ട പ്രവൃത്തികളായിരിക്കും. നമ്മൾ എന്ന് പറയുമ്പോൾ കർത്താവ് പല കാര്യങ്ങൾ ചെയ്യും. ഈ സമയത്തിൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ തന്നെ ഉള്ള കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതിന് ശേഷം താൻ യെരൂശലേമിലേക്കാണ് പോയത് അല്ലേ? യെരൂശലേമിലേക്ക് പോയി. പോകുന്ന പോക്കിൽ യെരൂശലേമിൽ ചെന്നിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താ? ദൈവാലയത്തിലേക്ക് കയറിയിട്ട് താൻ എന്താ ചെയ്തത്? ഒരു ചാട്ടവാറുണ്ടാക്കില്ലേ? ചാട്ടവാറുണ്ടാക്കിയിട്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും വഴിവാണിഭക്കാരില്ലേ, അവരെയൊക്കെ അടിച്ചൊന്നുമില്ല കേട്ടോ, പുറത്താക്കി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അത് നിങ്ങൾ എന്താക്കി മാറ്റിയിരിക്കുന്നു? കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം എതിർക്കേണ്ട അല്ലെങ്കിൽ നികത്തേണ്ട തിരുത്തേണ്ട കാര്യങ്ങൾ അതാതു സമയങ്ങളിൽ തിരുത്തണമെന്നുള്ളത് നാം വിസ്മരിക്കാനായിട്ട് പാടില്ല. അത് കർത്താവ് മുൻകൈ എടുത്തിട്ടുണ്ട്. എന്നാൽ അതെന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൻ്റെ നാമത്തിൻ്റെ മഹത്വം അത് അതേപടി നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അത് നമ്മൾ വിസ്മരിക്കുന്നില്ല. ദൈവനാമഹത്വത്തിന് ചെയ്യുന്ന കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളൊന്നും അല്ലാതെ അത് കൂടുതൽ ഗുണത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ നമ്മുടെ സ്വയം പ്രശംസയും സ്വയത്തിൽ നിന്നുള്ള സംസാരവും പലപ്പോഴും നമ്മൾ പ്രസിദ്ധിക്കായിട്ടെടുക്കാറുണ്ട്. അത് പാടില്ല. ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം നമ്മിലേക്ക് ആവാഹിക്കാനായിട്ട് പാടില്ല. മനസ്സിലാക്കുന്നുണ്ടല്ലോ? ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം അത് ഭൗതികമാണെങ്കിലും ആത്മീകമാണെങ്കിലും അത് നമ്മിലേക്ക് ആവാഹിക്കാനായിട്ട് പാടില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ അല്പ സ്പീഡിലിട്ട് പോട്ടെ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും, അടുത്തത്, എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ദൈവത്തിൻ്റെ മഹത്വത്തിനായി. നമ്മുടെ എല്ലാ പ്രവർത്തന ലക്ഷ്യങ്ങളും നമ്മുടെ പ്രസിദ്ധിയല്ല, ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വിളങ്ങണം എന്നുള്ളതാണ്. എന്തു ചെയ്താലും, ആഹാരത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നതെങ്കിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. 2 കൊരിന്ത്യർ 8:19 അവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ വരവിനെ കുറിച്ചുള്ള കൂട്ടായ്മ ഫെലോഷിപ്പ്, സാമ്പത്തിക ഫെലോഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അവരെ കൊരിന്ത്യർക്ക് പ്രബോധിപ്പിക്കുന്നുണ്ട്,
കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായിട്ട് നിങ്ങൾ ചെയ്യണം. കൊടുക്കുന്ന സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതെങ്ങനെ ചെയ്യണമെന്നാണ്? ഞാനിത്ര കൊടുത്തു, ഞാനിത്ര കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെ പറയുന്നത് കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായി കൊടുക്കണം എന്നാണ്. നമ്മുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ചില്ലിക്കാശ് പോലും നാം ദൈവത്തിനായിട്ട് ചെലവിടുന്നത്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദൈവം നാം മഹത്വപ്പെടണം, നമ്മുടെ പ്രസിദ്ധിയല്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ലാഭക്കച്ചവടമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാനോ പാടില്ല. ഇന്ന് പലരിലും കാണുന്നത് അതാണ്. ഞാൻ സീനിയർ സൺഡേ ക്ലാസ്സിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കാമറൂണിലെ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ അല്ലേ, പ്രാർത്ഥനയുടെ അപ്പോസ്തലൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഉണ്ടായിരുന്നു. സെഖറിയ ടാനി ഹോമം വളരെ പ്രസിദ്ധനാണ്. ഒരു നല്ല സയൻറ്റിസ്റ്റാണ്, നല്ല വാചാലനമുള്ള വ്യക്തിയാണ്, പ്രഭാഷകനാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പ്രാർത്ഥനയുടെ അപ്പോസ്തലൻ എന്നാണ്. 1945 മുതൽ 2009 വരെ ജീവിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലമുറയിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ്. ഞാനിത് ബാംഗ്ലൂരിൽ അദ്ദേഹം വന്ന കാലയുമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജെയിംസ് സാർ പറഞ്ഞു തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ഒരു ഭക്തനാണ്. താൻ ഒരു കാര്യവും മറ്റുള്ളവരുടെ പ്രസിദ്ധിക്കായിട്ട് ചെയ്യുന്നതല്ല. ബാംഗ്ലൂരിൽ തൻ്റെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കപ്പെടുകയുണ്ടായി. അവിടെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അത് നടന്നത്. ആ യോഗത്തിൽ 5 ദിവസത്തെ മീറ്റിംഗ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. താൻ അവിടേക്ക് കടന്നു ചെന്നത് മുതൽ തൻ്റെ ഹൃദയം അസ്വസ്ഥമായി. എന്താണെന്നറിയാമോ? അവിടെ മുഴുവനും ബാനറുകളും ഫ്ലക്സുകളും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹാളും ഇതിൻ്റെ ഓഡിറ്റോറിയത്തിലെ ഈ പുൽപ്പുറ്റ് അതിൻ്റെ പിൻഭാഗവും ഒക്കെ ബാനറാണ്. അവിടെ എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ അങ്ങനെ എഴുതി നിറച്ചു വച്ചിരിക്കുക. ഇത് കണ്ടപ്പോഴേ തൻ്റെ മനസ്സ് വളരെയധികം അസ്വസ്ഥമായി. എന്നാലും 2 ദിവസം അദ്ദേഹം ശുശ്രൂഷിച്ചു. 3-ാമത്തെ ദിവസം രാവിലെ ഇദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ് സെക്ഷനാണ്. രാവിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ്. തിങ്ങി നിറഞ്ഞ സ്ഥലം. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും വേണ്ട, ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ആൾക്കാർ വന്നുകൂടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ ആൾക്കാരിരിക്കുക. അദ്ദേഹം അന്ന് ബൈബിൾ ക്ലാസ്സിനായിട്ട് എടുത്ത വിഷയം ഇതോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ പറഞ്ഞത്. യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അതായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ച പ്രാർത്ഥന അതായിരുന്നു തൻ്റെ വിഷയം. അതിലാദ്യത്തെ പ്രാർത്ഥന അദ്ദേഹം വായിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇത് വായിച്ചിട്ട് കുറേ നേരം താൻ ഒന്നും പറഞ്ഞില്ല, കരയുക. അവിടെ നിന്ന് കരഞ്ഞു, കുറച്ചു നേരം നിന്ന് കരഞ്ഞു, പിന്നെ മുട്ടിമേൽ നിന്ന് കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുകയാണ്, എവിടെയും സഖറിയ ടാനി ഹോമത്തിൻ്റെ പേര്, ഫോട്ടോ, യേശു എന്ന പേരോ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളോ ഞാൻ ഇവിടെ എങ്ങും കാണുന്നില്ല. തൻ്റെ പിന്നിൽ ഒരു വലിയ ബാനറുണ്ട്, അതിലും തൻ്റെ ഫോട്ടോയും തൻ്റേതായ കാര്യങ്ങളും ഒക്കെ എഴുതി നിറച്ചു വച്ചിരിക്കുക. യേശു ക്രിസ്തു എന്ന നാമം ഞാൻ ഇവിടെ എങ്ങും കാണുന്നില്ല. തന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ആ ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷവും തൻ്റെ സെഷനാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ സംഘാടകർക്കെല്ലാം കാര്യം മനസ്സിലായി. കൂടി വന്നവർക്കും വളരെ മനോവിഷമമുണ്ടായി. ഉച്ചത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ താൻ കണ്ടത് വലിയ മാറ്റമാണ്. തൻ്റെ ഫോട്ടോ പതിച്ച എല്ലാ കാര്യങ്ങളും അവിടെ റിമൂവ് ചെയ്തു. ആ ഓഡിറ്റോറിയത്തിൻ്റെ ആ പുൽപ്പിറ്റിൽ ബാക്ക് സൈഡിൽ ഒരു വലിയ ബാനറുണ്ട്, അതും മാറ്റിയിട്ട് അവിടെ പകരം വേറൊരു ബാനർ പ്രത്യക്ഷമായി. അതിൽ എഴുതിയിരുന്നു ജീസസ് ക്രൈസ്റ്റ്, വേറെ ഒന്നുമില്ല, യേശു ക്രിസ്തു. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. തൻ്റെ യാതൊരു പ്രവർത്തന ശൈലിയോ അതൊന്നും പഠിപ്പിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. രാവിലത്തെ മീറ്റിങ്ങിൻ്റെ വന്ന ഒറ്റ ഇതുകൊണ്ട് അവിടെ എല്ലാം മാറ്റപ്പെട്ടു. ഈ യേശു ക്രിസ്തു എന്ന നാമമാണ് നമ്മിൽ നിറയേണ്ടത്, ലോകമെങ്ങും നമ്മൾ നിറയ്ക്കേണ്ടതും, അല്ലാതൊന്നുമല്ല. യേശുവിൻ്റെ നാമം അല്ലേ, എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം, ശ്രീയേശു നാമം, അതിശയനാമം.
ഈ നാമം മാത്രം നമ്മുടെ ഭവനങ്ങളിലും സഭയിലും നാം നടത്തുന്ന ശുശ്രൂഷകളിലുമൊക്കെ നിറയണം. നമ്മുടെ പ്രസിദ്ധി പാടില്ല. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ കാര്യം വളരെയധികം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം തൻ്റെ പ്രാർത്ഥനയുടെ അധ്യായമാണ്. അതിൽ 4-ാമത്തെ വാക്യം തന്നെക്കുറിച്ച് പിതാവിനോട് ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമാണ്. അതിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്നെ എന്ന് പറഞ്ഞാൽ പിതാവിനെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അതിൽ ഒന്നും കൂടുവാനോ കുറയ്ക്കുവാനോ ഞാൻ ആഗ്രഹിച്ചില്ല. കർത്താവ് അങ്ങനെയാണ് ഈ ഭൂമിയിലെ പ്രവൃത്തി നിർവഹിച്ചത്. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിവർത്തിക്കുക എന്നുള്ള ആഗ്രഹം വേണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആവോളം അത് ചെയ്യണം. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ശമര്യക്കാരിയോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ ആഹാരവുമായി കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എനിക്ക് ആഹാരം. നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിലൂടെ തികയ്ക്കണം. അത് നമ്മുടെ മഹത്വത്തിനല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. ഈ അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നടക്കുമ്പോഴൊക്കെ തങ്ങളുടെ പ്രസിദ്ധിക്ക് വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നു. പല കാര്യങ്ങളിലും അത് കാണുവാനായിട്ട് കഴിയും. പലർക്കും പല സന്ദർഭങ്ങളിലും തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കമുണ്ടായി. അത് അപ്പോഴപ്പോഴും എന്നെ യേശുക്രിസ്തു തല്ലിക്കെടുത്തിയിട്ടുണ്ട്. അതുപോലെ തങ്ങളെ പുകഴ്ത്തുന്നതിന് വേണ്ടി അവർക്ക് ലഭിച്ച അവസരങ്ങളൊന്നും അവർ പാഴാക്കിയിട്ടുമില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ദൈവാലയത്തിൽ പോയി. യേശുക്രിസ്തു ദൈവാലയം വിട്ട് മടങ്ങിപ്പോകുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കർത്താവെ ഒന്ന് നിൽക്കണം, അങ്ങനെ അങ്ങ് പോകണ്ട. ഇതൊക്കെ എൻ്റെ ഭാവനയാണ്. അങ്ങനെ അങ്ങ് പോകരുത്. അവിടെ പറയുന്നുണ്ട് മർക്കോസ് സുവിശേഷം 1:1 ലൂക്കോസ് സുവിശേഷം 21:5 ഈ ഭാഗമുണ്ട്. അവർ ദൈവാലയത്തിൻ്റെ കല്ലുകളെയും പണികളെയും മനോഹാരികതയും വർണ്ണിച്ച് പുകഴ്ത്തി. ആരുടെ മുമ്പിലാ? യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ. ദൈവാലയത്തെക്കാൾ വലിയവൻ്റെ മുമ്പിൽ അവർക്ക് വർണ്ണിപ്പാനായിട്ടുള്ളത് എന്താ? അവർ ദൈവാലയത്തിൻ്റെ കല്ലുകൾ മുതൽ അതിൻ്റെ ഗോപുരങ്ങളൊന്നുമല്ല, അവർക്ക് അതിൻ്റെ കല്ലുകൾ വരെ, അതിൻ്റെ പണിയെ, അത് മനോഹാരിതയെ വർണ്ണിച്ച് പുകഴ്ത്തി. കർത്താവ് എന്ത് പറഞ്ഞു? കൊള്ളാം. ഒരിക്കലും കർത്താവ് അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല, കൊള്ളാമെന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് എന്താ പറഞ്ഞത്? ഇതിലെന്തായിരിക്കുന്നു? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇരിക്കയില്ല. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കയില്ല. നിങ്ങളുടെ എത്ര മനോഹാരിതമായ പ്രവർത്തികളായാലും ശരി, അതെല്ലാം നശിക്കുന്നതാ, നിലനിൽക്കുന്നതല്ല. നിസ്സാരമായിട്ട് അവരെന്ത് ആ ശിഷ്യന്മാരുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരെന്തോ ഒരു വലിയ കാര്യമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് വിസ്തരിച്ച് കാണിക്കുകയാണ്. കർത്താവിനെ എന്നുള്ള രീതിയിലാക്കി കല്ലിന്മേൽ കല്ല് കാണാതെ അത് പോകും. ഇങ്ങനെയുള്ള പ്രവണതകളെ ഒന്നും ശിഷ്യന്മാരുടെ ഇടയിൽ പോലും കർത്താവ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നേ. നാം നമ്മുടെ സൃഷ്ടികളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ പുകഴുന്നത് വ്യർത്ഥമാണ്, മിഥ്യമാണ്. ലോകവും അതിൻ്റെ മോഹവും അഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ മനസ്സുകളിൽ കുറിക്കപ്പെടേണ്ട ഇനി മറ്റൊരു ഭാഗമുണ്ട് കേട്ടോ. ശിഷ്യന്മാർ വളരെ സന്തോഷിച്ച മറ്റൊരു ഭാഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അവരെ ഈ 70 പേരെ രണ്ടായിട്ട് വിട്ടല്ലോ. അവരെല്ലാം ചെന്ന് ഓരോട് കൊടുത്ത് ചെയ്യുന്നു, സുവിശേഷമൊക്കെ പറഞ്ഞു, രോഗികളെയൊക്കെ സൗഖ്യമാക്കി. അവരങ്ങ് അവിടെ ഹൃദയത്തിൽ അങ്ങ് സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ വയ്യ. ആ 70 പേര് സന്തോഷത്തോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഭയങ്കര സന്തോഷം. അത് ശരി, കീഴടങ്ങുന്നു, വെരി ഗുഡ് പറഞ്ഞോ കർത്താവ്. അതിനെ കർത്താവ് നിസ്സാരമാക്കുക. ലൂക്കോസ് 10:20 എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ
സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. ഇതിലൊന്നും അല്ല നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ട് ഞാൻ ഭാഗ്യവാനായി, എന്തുകൊണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ടിടയായി, അത് മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. അവിടെ ആ സന്തോഷത്തെ അത് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ള ആ സന്തോഷത്തെ ദൈവം അവിടെ തല്ലിക്കെടുത്തുകയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ ലൂക്കോസിൻ്റെ 10:18 കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു അവർക്ക്. എന്താണെന്നറിയാമോ? സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്നും വീഴുന്നത് ഞാൻ കണ്ടു. എന്തിനാ ആ സമയത്ത് അവിടെ പറയുന്നേ? ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് തുള്ളിച്ചാടുകയാ. അപ്പോൾ പറയണ്, സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. എന്താ ഇത് രണ്ടും തമ്മിലുള്ള പൊരുത്തം? എന്താ? അഹങ്കരിക്കേണ്ട. നിങ്ങളുടെ പ്രവർത്തികളിലും നിങ്ങളുടെ കാര്യങ്ങളിലും നിങ്ങൾ ആ ഒരുത്തൻ നേരത്തെ വീണ് കിടക്കുകയാ. നമ്മിൽ തന്നെ പുകഴുവാനും നമ്മിൽ തന്നെ സന്തോഷിപ്പാനും ദൈവത്തെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മിലേക്ക് ആവാഹിക്കുവാൻ നമ്മുടെ പുകഴ്ചയ്ക്കായിട്ട് ചെയ്താൽ ഇതാ ഒരു ഉദാഹരണം, ബെസ്റ്റ് എക്സാമ്പിൾ. ആകാശത്തു നിന്ന് മിന്നൽ പോലെ വെട്ടി താഴേക്ക് വീഴ്ത്തിയ അരുണോദയ പുത്രനായ ശുക്രൻ നമുക്കെല്ലാവർക്കും എക്സാമ്പിളായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അത് വേണ്ട എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം ഈ ശിഷ്യന്മാരുടെ രീതിയൊക്കെ മാറി അല്ലേ? അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ രീതിയൊക്കെ മാറി. ഈ ഭൂതങ്ങൾ കീഴടക്കുന്നതിൽ സന്തോഷിച്ച പത്രോസും കൂട്ടരും ഒക്കെ ഒരിക്കൽ ഒരു ദേവാലയത്തിലിരുന്ന മുടന്തനെ സമയമായിപ്പോയി. മുടന്തനെ സൗഖ്യമാക്കിയപ്പം അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് കൂടി. അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിലാണ്. കൂടി വന്നിട്ട് ഇവരെന്തോ ഒരു ദൈവം പോലെ കണ്ടു. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കി. പത്രോസ് ആ നോട്ടത്തെ പ്രോത്സാഹിപ്പിച്ചില്ല, തല്ലിക്കെടുത്തുകയാണ്. എന്താ പറഞ്ഞതെന്നറിയാമോ? ജനം ഓടിക്കൂടി. പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്തിന്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുപോലെയാണല്ലോ നിങ്ങൾ എന്നെ കാണുന്നത്. അല്ല, അങ്ങനെയല്ല. ദൈവമാണിത് ചെയ്തത്. യേശുക്രിസ്തുവിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് അവിടെ മാറുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പൗലൂസിനെയും ബർന്നാബാസിനെയും പിടിച്ചു ദേവന്മാരാക്കിയപ്പോൾ അവരതിനെ തല്ലിക്കെടുത്തുകയാണ്. വസ്ത്രം കീറിക്കൊണ്ട് തല്ലിക്കെടുത്തുകയാണ്. താഴ്മയുള്ളവർ, ഇങ്ങനെ ഒരു വാചകമുണ്ട്, താഴ്മയുള്ളവർ പ്രസിദ്ധിയിൽ കണ്ണുവയ്ക്കുന്നില്ല. അതുണ്ടോ നമുക്ക്? ക്രിസ്തുവിൻ്റെ ഭാവമാണ്. ക്രിസ്തുവിൻ്റെ മാതൃക നാം പിന്തുടരുന്നെങ്കിൽ താഴ്മയുള്ളവർ പ്രസിദ്ധിയിൽ കണ്ണുവയ്ക്കുന്നില്ല. കർത്താവ് ഒരിക്കൽ ഈ സബദി മക്കളായ യാക്കോബിനോടും യോഹന്നാനോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവർക്കും ദാസനാകണം. മർക്കോസ് എഴുതിയ ശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലും അതുണ്ട്. നമ്മുടെ ആത്മീകമായ പ്രസിദ്ധിയും ആഗ്രഹിക്കുന്നതൊരിക്കലും, ആത്മീകമായ പ്രസിദ്ധി പോലും ആഗ്രഹിക്കുന്നതൊരിക്കലും ശരിയല്ല. സാത്താൻ നമ്മെ വളരെയധികം പ്രസിദ്ധിയിലേക്കൊക്കെ കൊണ്ടുപോയി താഴെയിടാനുള്ള അവസരം നോക്കുന്നവരാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തി പെൺകുട്ടി തൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം ഞങ്ങളോട് അറിയിക്കുന്നവർ. അവിടെ ആരാ ഈ വെളിച്ചപ്പാടത്തെ ആരെയാ കൊടുത്തിയത്? പൗലൂസിനെയും കൂട്ടരെയാ. അപ്പോൾ ഇവരെന്താ ചെയ്തത്? പൗലൂസിനെ അത് വിഷമിപ്പിച്ചു എന്നാണ്. പൗലൂസ് മുഷിഞ്ഞു. എന്നെക്കുറിച്ച് അങ്ങനെ പറയാനായിട്ട് പാടില്ല. എന്നിട്ട് ആ വെളിച്ചപ്പാടത്തിയെ എന്ത് ചെയ്തു? ശാസിച്ച് അമർച്ച ചെയ്തു. നാം നമ്മുടെ പ്രസിദ്ധിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിപ്പാൻ തക്കവണ്ണം ദൈവം വരുത്തുമാറാകട്ടെ. കൺക്ലൂഷനിലേക്ക് ഞാൻ കടന്നു വരുന്നു. കർത്താവ് പ്രസിദ്ധിക്ക് വേണ്ടി, പ്രസിദ്ധനാകുവാൻ ഉള്ള കാര്യങ്ങളാണ് ചെയ്തതെങ്കിലും പക്ഷെ തൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടിയല്ല താൻ കാര്യങ്ങൾ ചെയ്തത്. 18-ാം നൂറ്റാണ്ടിൽ
ജീവിച്ചിരുന്ന ഒരു മഹത്തായ കവിയുണ്ട്, പോപ്പ് അലക്സാണ്ടർ. നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ല അലക്സാണ്ടർ പോപ്പ് ഇല്ലേ? അലക്സാണ്ടർ പോപ്പ്. അദ്ദേഹം എഴുതിയ ഒരു കവിതയുണ്ട്, ഇംഗ്ലീഷിലാണ്, സോളിറ്റ്യൂഡ്. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സോളിറ്റ്യൂഡ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഭാഗം. അതിൻ്റെ അവസാനം, ആ സോളിറ്റ്യൂഡ് എന്ന പൊയത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്: ഒരു കണ്ണും എന്നിൽ പതിക്കാതെ അറിയപ്പെടാത്തവനായി ഞാൻ ഇരിക്കട്ടെ. ഞാൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരു കണ്ണും നനയാതിരിക്കട്ടെ. എൻ്റെ കുഴിമാടം ഏതെന്ന് അറിയുവാൻ ഒരു ചെറിയ കല്ല് പോലും ശേഷിക്കാതിരിക്കട്ടെ. വളരെ പ്രസിദ്ധനായ കവിയാ. തൻ്റെ ജീവിതാഭിലാഷമാണ് ആ സോളിറ്റ്യൂഡ്, ഏകാന്തത, ഏകൻ എന്നുള്ള ആ കവിതയിലൂടെ താൻ കുറിച്ചത്. ഒരു കണ്ണും എന്നിൽ പതിക്കണ്ട, അറിയപ്പെടാത്തവനായി ഞാൻ ഇരിക്കട്ടെ. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ എന്താ? ഒരു കണ്ണും നനയാതിരിക്കട്ടെ. എൻ്റെ കുഴിമാടത്തിൽ ഒരു ചെറിയ കല്ല് പോലും ഇല്ലാതിരിക്കട്ടെ. അതുപോലും ആരും എന്നെ എവിടെയാ സംസ്കരിച്ചതെന്ന് പോലും ആരും അറിയണ്ട. മോശയെ പോലെ തന്നെ എത്ര നല്ല ഒരു ആഗ്രഹമാണ് ഈ പൊയത്തിനുണ്ടായിരുന്നു. അത് മാനുഷികമായ ചില കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ദൈവത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിൽ ആയിരിക്കണം. ആരെഴുതിയ പാട്ടാണെന്നറിയില്ല, ഒരു പാട്ടുണ്ടല്ലേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കായി തീർന്നിടണം എന്നുള്ളത് നമ്മളെല്ലാവരും പാടും. അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ പാടുന്നുണ്ട്. ഈ സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ ഈ അന്നത്തെ വലിയ മഹാപുരോഹിതനൊക്കെ ഒരു കൂട്ടം ആൾക്കാരെ അയച്ചു കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നൊരു ഭാഗമാണ്. അവർ വന്ന് ഈ പുരോഹിതന്മാർ, അതിൽ ചില പുരോഹിതന്മാരൊക്കെ ഉണ്ട്, ആ പുരോഹിതന്മാരൊക്കെ വന്ന് സ്നാപക യോഹന്നാന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, "ഹു ആർ യു? നീ ആരാണ്? ക്രിസ്തുവാണോ?" ശ്രദ്ധിക്കണം, അവിടെ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. നീ ആരാണ്? ക്രിസ്തുവാണോ? യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? ഐ ആം നോട്ട് ദ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തു അല്ല. അത് പറഞ്ഞപ്പോൾ അടുത്തൊരു ചോദ്യം, നീ ഏലിയാവാണോ? പറഞ്ഞു, അല്ല, ഞാൻ ഏലിയാവല്ല. നീ ഏതെങ്കിലും പ്രവാചകനാണോ? ഞാൻ പ്രവാചകന്മാരിൽ ആരുമല്ല. എന്നിട്ട് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞ ഒരു കാര്യം അവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. എന്താണ്? കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു. ഐ ആം ഓൺലി വോയിസ്. വെറും ഒരു ശബ്ദമാണ്. ഞാനൊന്നുമല്ല, ക്രിസ്തുവിനൊക്കെ ഒന്നുമല്ല, ഏലിയാവിനെ പോലെയുമല്ല, ഒരു പ്രവാചകനുമല്ല. പ്രവാചകന്മാരിൽ പ്രവാചക കാലഘട്ടം അവസാനിക്കുന്നത് യോഹന്നാൻ പ്രവാചകനോട് കൂടെയാണ് കാലഘട്ടം അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, അതൊന്നും താൻ മഹിമയായിട്ടൊന്നും എടുത്തില്ല. ഞാൻ കേവലം ശബ്ദമാകുന്നു. എന്നാൽ ഈ ശബ്ദമായ യോഹന്നാൻ സ്നാപകൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കർത്താവിലാണ്. ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവും കൂട്ടരും അവിടെ നിന്ന് സ്നാനം കഴിപ്പിക്കുന്നു. നീ യോഹന്നാനല്ലേ സ്നാനം കഴിപ്പിക്കേണ്ടത്? അവിടെ നിന്ന് സ്നാനം കഴിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. മറ്റുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട്, അവരുടെ കൂട്ടരുടെ പ്രവൃത്തി കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. 3:9 യോഹന്നാന്റെ സുവിശേഷം. എന്നിട്ട് പറഞ്ഞു, അവനോ വളരേണം, ഞാനോ കുറയണം. അവനോ വളരേണം, ഞാനോ കുറയണം. പൗലോസ് ഫിലിപ്പിയർ 3:7, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഇതിനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ പ്രസിദ്ധിക്കോ നമ്മുടെ മഹത്വം വെളിപ്പെടുത്തുവാനോ യാതൊരു ശുശ്രൂഷകളും ആകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനായിട്ട് തീരട്ടെ. യേശുക്രിസ്തു നമ്മിൽ വളരട്ടെ. യേശുക്രിസ്തു നമ്മളുടെ തലയോളം വളരട്ടെ. പലപ്പോഴും നമ്മൾ പാടുന്നൊരു പാട്ടാണ് സാബുക്ക് ആൻഡ്രൂസിൻ്റെ ഫിലിപ്പ് കാൻഡ്രൂസിൻ്റെ ഒരു പാട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ഒരു വനശുശ്രൂഷ ലിബിയാണെന്ന് തോന്നുന്നു, അതിലെ ചില കാര്യങ്ങൾ പാടി. നമ്മുടെ ലക്ഷ്യമൊക്കെ
അതായിരിക്കട്ടെ. ഒന്നു മാത്രമാണെൻ്റെ ആശ, നിന്നെ പോലെ ഞാനാകണം. മണ്ണിലെനിക്കുള്ള ആയുസ്സെല്ലാം തിരുഹിതത്തിൽ പുലരണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. നിന്റെ മഹത്വമാനേകലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ. നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറയട്ടെ. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കും.